അരിക്കൊമ്പനെ കൊണ്ടുവരുന്നതിനെതിരെ പറമ്പിക്കുളത്ത് പ്രതിഷേധം ശക്തമാവുകയാണ്. സമരം നടത്താൻ ഒരുങ്ങുകയാണ് പറമ്പിക്കുളം നിവാസികൾ. നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് നിവേദനവും നൽകിയിട്ടുണ്ട്. മുതലമടയിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും. വാർത്തയിലെ വിശദാംശങ്ങളുമായി നിമിഷ ചേരുകയാണ് പാലക്കാട് നിന്നും. നിമിഷ, മുതലമടയിലെ അവസ്ഥ എന്താണ്? പ്രത്യേകിച്ച് പാലക്കാട് CPM നേതൃത്വം അടക്കം പറയുന്നത് അരിക്കൊമ്പനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജനങ്ങൾ സർക്കാരിന് എതിരാകുമെന്ന ഒരു നിലപാടാണ് CPM അവിടെ എടുത്തിരിക്കുന്നത്. എന്താണ് മുതലമടയിൽ നടക്കുന്നത്? അജയ്, ഇടുക്കി ചിന്നക്കനാൽ മേഖലയിൽ പരിഭ്രാന്തി പരത്തുന്ന അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരുന്നതിനെതിരെ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് മുതലമട പഞ്ചായത്ത്. ഒരു കാരണവശാലും അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരാൻ അനുവദിക്കില്ലെന്നും ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും മുതലമട പഞ്ചായത്ത് അറിയിച്ചിട്ടുണ്ട്. മുതലമടയിൽ ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് ഈ തീരുമാനമായിട്ടുള്ളത്. അരിക്കൊമ്പനെ കൊണ്ടുവരുന്നതിനെതിരെ ശക്തമായ സമരത്തിലേക്ക് നീങ്ങാനാണ് പറമ്പിക്കുളം നിവാസികളുടെ തീരുമാനം. കാട്ടാനയെ കൊണ്ടുവരാനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ട കളക്ടർക്ക് ഇന്ന് നിവേദനം നൽകും. ആദിവാസി മേഖലയായ പറമ്പിക്കുളത്ത് 10 കോളനികളാണുള്ളത്. 611 ആദിവാസി കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. ഇതുകൂടാതെ പറമ്പിക്കുളം ആളിയാർ പ്രോജക്ട് കോളനികളുമുണ്ട്. 3000-ലധികം ജനസംഖ്യയുള്ള പ്രദേശമാണിത്. ഇവിടെ പൊതുവെ കാട്ടാന ശല്യം വളരെ രൂക്ഷമാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 27 കാട്ടാനകളെയാണ് പറമ്പിക്കുളത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന്, അതായത് മുതലമട കൊല്ലങ്കോട് ഭാഗത്ത് വലിയ തരത്തിലുള്ള നാശനഷ്ടം സൃഷ്ടിച്ചത്. കൃഷിക്ക് പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണിത്. വ്യാപകമായ കൃഷിനാശമാണ് ഇവിടെ കാട്ടാനകൾ മൂലം ഉണ്ടാവുന്നത്. ഒരു വർഷം തന്നെ 40 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് കണക്കാക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് അരിക്കൊമ്പൻ കൂടി എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ഇവിടെയുള്ള ആളുകളുടെ ഒരു പേടി. ഇത്തരത്തിലുള്ള ഒരു പേടിയാണ് ഇവിടെയുള്ള ആളുകളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. നിമിഷ, ഒപ്പം തന്നെ ഈ അരിക്കൊമ്പന്റെ നിലവിലെ അവസ്ഥ എന്താണ്? അരിക്കൊമ്പൻ ഇന്നലെ ഇടുക്കിയിലെ വലിയ രീതിയിലുള്ള നാശനഷ്ടമൊക്കെ വരുത്തിയിരുന്നു. അരിക്കൊമ്പൻ നിലവിൽ എവിടെയാണുള്ളത്? എന്താണ് അരിക്കൊമ്പന്റെ വിശേഷം? അരിക്കൊമ്പൻ കഴിഞ്ഞ ദിവസം, അതായത് ചിന്നക്കനാൽ 301 കോളനിയിൽ ഒരു ആക്രമണം നടത്തിയതെല്ലാം വലിയ വാർത്തയായിരുന്നു. അതായത് ചിന്നക്കനാൽ 301 കോളനിയിലെ VJ ജോർജ് എന്ന ഒരാളുടെ അടുക്കള അടിച്ചു തകർത്തതും മായിട്ടുള്ള ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ അരിക്കൊമ്പനെ 10-ാം തീയതിക്ക് ശേഷം മാറ്റുമെന്നുള്ള വാർത്തകൾ വരുമ്പോഴും അരിക്കൊമ്പന്റെ ആക്രമണം ചിന്നക്കനാലിൽ തുടരുകയാണ്. ചിന്നക്കനാൽ പെരിയ കനാൽ ഭാഗത്തായിട്ടാണ് അരിക്കൊമ്പൻ ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അജി, ഈ സർവകക്ഷി യോഗം എപ്പോഴാണ് നിമിഷ തുടങ്ങുന്നത്? സർവകക്ഷി യോഗത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ സർക്കാരിനെതിരെ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നെന്മാറ MLA K ബാബു അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് CPM പാലക്കാട് ജില്ലാ CPM നേതൃത്വം പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾ എതിരാകുമെന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് വിശദാംശം? അജി, സർവകക്ഷി യോഗത്തിലാണ് കോടതിയെ സമീപിക്കുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് മുതലമട പഞ്ചായത്ത്. ഒരു കാരണവശാലും അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരാൻ അനുവദിക്കില്ലെന്നും ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് സർവകക്ഷി യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. കൂടാതെ അരിക്കൊമ്പനെ കൊണ്ടുവരുന്നതിൽ CPM സമരമുഖത്തുണ്ട്. അതായത് അരിക്കൊമ്പനെ കൊണ്ടുവന്നാൽ തടയേണ്ടി വരുമെന്നും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചാലും ജനങ്ങളുടെ ജീവനാണ് മുഖ്യമെന്നും CPM ലോക്കൽ കമ്മിറ്റിയുടെ പ്രതിഷേധ ധർണയിൽ നെന്മാറ MLA ആയ K ബാബു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് പറമ്പിക്കുളം പോകുന്നത്. നിലവിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ കോടതിയെ സമീപിക്കുമെന്നും സർവകക്ഷി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അജി, ഈ സർവകക്ഷി യോഗം എപ്പോഴാണ് ആരംഭിക്കുക? സർവകക്ഷി യോഗം കഴിഞ്ഞു. സർവകക്ഷി യോഗത്തിലാണ് കോടതിയെ സമീപിക്കുമെന്നുള്ള ഒരു നിലപാടിലേക്ക് വന്നത്. കോടതിയെ സമീപിക്കുമെന്നും അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്നാണ് നേരത്തെ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമായത്. അജി, അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റുന്നതിൽ എതിർപ്പുമായി പറമ്പിക്കുളത്തെ നാട്ടുകാർ രംഗത്ത്. വലിയ രീതിയിൽ കോടതിയെ സമീപിക്കാനാണ് സർവകക്ഷി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. നിമിഷയാണ് പാലക്കാട് നിന്നും ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.